നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫയുടെ വിവിധ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും സീനിയർ നഴ്സുമാരുടെയും സംയുക്ത യോഗം ഇന്ന് എടമുട്ടം തറവാട്ടിൽ നടന്നു. പുതിയ കാലഘട്ടത്തിലെ പാലിയേറ്റീവ് കെയറിൽ സമൂഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും ആൽഫയിൽ അവ എങ്ങനെ നടപ്പാക്കണം എന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു സ്വാഗതം പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് നടന്ന നഴ്സസ് പാൽക്കോണിൽ പങ്കെടുക്കുകയും പോസ്റ്റർ പ്രസന്റേഷനിൽ മത്സരിക്കുകയും ചെയ്ത പറവൂർ സെന്ററിലെ ഡിജി വർഗീസ്, ടോപ്പിക് പ്രസന്റേഷൻ നടത്തിയ മാള സെന്ററിലെ ജിൽസ മധു എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും മെമന്റോ സമ്മാനിക്കുകയും ചെയ്തു. സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിൻ മറുപടി പറഞ്ഞു. വേൾഡ് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്യാമ്പയിനുമായി ആൽഫ കുട്ടനാട് സെന്റർ തലവടി, എടത്വ, മുട്ടാർ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്യാൻസർ അവബോധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സെന്റർ ദിനാചരണം നടത്തിയത്. ക്യാൻസറും കാരണങ്ങളും രോഗലക്ഷണങ്ങളും, നേരിടേണ്ട വിധവും, ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബങ്ങളുടെ മാനസിക സമ്മർദ്ദം, രോഗികളോടുള്ള സമൂഹത്തിന്റെ സമീപനം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സിസ്റ്റർമാരായ ലിജി, മഞ്ജു, ബീന, ജ്യോതി എന്നിവരും സെന്റർ ഭാരവാഹികൾ, കൗൺസിൽ അംഗങ്ങൾ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ലോക അർബുദ ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ പരിചരണത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്യാൻസർ രോഗികളുടെ ഭവനം സന്ദർശിച്ച് അവർക്കായി ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു. സെന്റർ വൈസ് പ്രസിഡന്റ് നജൂം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ അമൽ ഗി വർഗീസ്, ഗൗരി സ്വപ്ന, ഓഫീസ് അസിസ്റ്റന്റ് അമീന എന്നിവർ നേതൃത്വം നൽകി. ആൽഫ മാള സെന്ററിൽ വോളണ്ടിയർമാർക്കായി പരിശീലന പരിപാടി നടത്തും. ജനുവരി 7 ശനിയാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെ നടക്കുന്ന പരിശീലനത്തിൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു ക്ലാസ് എടുക്കും. പരിശീലനത്തിനായി പ്രവർത്തകർ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.